ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിന്നും ഉയർന്നുവരുന്ന വെല്ലുവിളികളെ ഇന്ത്യ ദൃഢനിശ്ചയത്തോടെ നേരിടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷത്തിനിടയിൽ ഗൾഫ് രാജ്യങ്ങൾ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് നൽകിയ സഹായത്തിന് പ്രധാനമന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷ സാഹചര്യങ്ങളിലും ഇന്ത്യക്കാർക്ക് മറ്റു രാജ്യങ്ങൾ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നയതന്ത്രത്തിന്റെ വിജയമാണ്. മാത്രമല്ല, ആഗോള ഇന്ധന പ്രതിസന്ധിയെ ഇന്ത്യ ദൃഢനിശ്ചയത്തോടെ നേരിടുന്നുണ്ടെന്നും മോദി പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി തന്റെ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 132ാമത് എപ്പിസോഡിൽ രാഷ്ട്രീയ പാർട്ടികളോടും പൗരന്മാരോടും ആവശ്യപ്പെടുകയും ചെയ്തു. US ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടയിലുള്ള ആഗോള പ്രക്ഷുബ്ധത ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു. മാർച്ച് മാസം ആഗോളതലത്തിൽ സംഭവബഹുലമായിരുന്നു. മുൻകാലങ്ങളിൽ കോവിഡ് കാരണം ലോകം മുഴുവൻ വളരെ കാലമായി നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറിയ ശേഷം ലോകം പുതിയൊരു തുടക്കത്തോടെ പുരോഗതിയുടെ പാതയിലേക്ക് മുന്നേറുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യങ്ങൾ തുടർന്നു. നിലവിൽ നമ്മുടെ അയൽപ്പക്കത്ത് ഒരു മാസമായി ഒരു കടുത്ത യുദ്ധം നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ബന്ധുക്കൾ ഈ രാജ്യങ്ങൾ താമസിക്കുന്നു. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്യുന്നു. 1 കോടിയിലധികം ഇന്ത്യക്കാർക്ക് എല്ലാത്തരം സഹായങ്ങളും നൽകിയതിന് ഗൾഫ് രാജ്യങ്ങളോട് ഞാൻ നന്ദിയുള്ളവരാണ്. ലോകമെമ്പാടും പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും കാര്യത്തിൽ ഒരു പ്രതിസന്ധി വികസിച്ചു വരികയാണ്. നമ്മുടെ ആഗോള ബന്ധങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പിന്തുണ, കഴിഞ്ഞ ദശകത്തിൽ നാം കെട്ടിപ്പടുത്ത ശക്തികൾ എന്നിവയാണ് ഈ വെല്ലുവിളികളെ ദൃഢനിശ്ചയത്തോടെ നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയത്. തീർച്ചയായും ഇത് വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളാണ്. ഇന്ന് മൻ കി ബാത്തിലൂടെ നമ്മുടെ എല്ലാ നാട്ടുകാരോടും ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നത് നമ്മൾ ഒന്നിച്ച് ഈ വെല്ലുവിളിയെ മറികടക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കൂടാതെ പ്രതിപക്ഷത്തെ ഒരു മറച്ചുവെച്ച പരിഹാസത്തിൽ സ്വാർത്ഥ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്നും പറഞ്ഞു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന എല്ലാവരും അത് ചെയ്യരുത്. ഈ വിഷയം 140 കോടി ഇന്ത്യക്കാരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാർത്ഥ രാഷ്ട്രീയത്തിന് ഇവിടെ സ്ഥാനമില്ല. കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവരെല്ലാം രാജ്യത്തിന് വലിയ ദോഷം വരുത്തുന്നു. എല്ലാ നാട്ടുകാരോടും ജാഗ്രത പാലിക്കാനും കിംവദന്തികളിൽ വഴിതെറ്റിക്കപ്പെടാതിരിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർക്കാർ നൽകുന്ന നിരന്തരമായ വിവരങ്ങൾ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയും ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 28-ന് ഇറാനിൽ ഇസ്രായേൽ US ആക്രമണങ്ങൾ നടന്നതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചത്. അവിടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇറാൻ തിരിച്ചടിച്ചതോടെ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇത് മേഖലയിലെ അയൽക്കാരെയും ബാധിച്ചു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട LPG പ്രതിസന്ധിക്കിടയിൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിലാക്കുന്നതിനായി പൈപ്പറ്റ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാൻ സർക്കാർ തീരുമാനിച്ചു. ശനിയാഴ്ച പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ നിരവധി ആഗോള നേതാക്കളുമായി അദ്ദേഹം സംഭാഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.